നിലമ്പൂരില് ശക്തിപ്രകടനം നടത്തിയ നേതാവാണ് PV അൻവർ. CPM-നെതിരെ അതിശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് ഇറങ്ങി വരികയും നേർക്ക് നേർ നിന്ന് പൊരുതുകയും ഒടുവിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ 20,000-ഓളം വോട്ട് നേടിയെടുത്തതും അൻവർ ഒരു നിർണായക ശക്തിയാണ് എന്നുള്ളത് തന്നെയാണ് തെളിയിച്ചത്. അൻവറിനെ UDF മുറ്റത്ത് നിർത്തിയിരുന്നു, പ്രവേശിപ്പിച്ചില്ല. അൻവർ ഇങ്ങനെ പല രൂപങ്ങളിലൊക്കെ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടാൻ ശ്രമം നടത്തി. സ്റ്റാലിനെ പോയി കണ്ടു, നടന്നില്ല. സ്റ്റാലിനും നമ്മുടെ കാരണഭൂതനും തമ്മിൽ വലിയ കൂട്ടുകെട്ടല്ലേ. അതുകൊണ്ട് പിണറായിയെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിച്ചെന്ന് സ്റ്റാലിൻ്റെ പാർട്ടിയിൽ ചേരാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് CPM-നെ ആരാണ് ബംഗാളിൽ തറപറ്റിച്ചത്? തൃണമൂൽ കോൺഗ്രസ്. ആ പാർട്ടിയോടൊപ്പം ചേർന്നു. മമതാ ബാനർജിക്ക് ഇന്ത്യ ഒട്ടാകെ കത്തിപ്പടരണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പ്രധാനമന്ത്രി കസേരയിൽ വരെ നോട്ടമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണിയിൽ കലഹിച്ച് നിൽക്കുന്നത്. ഇറങ്ങി പോരുകയൊക്കെ ചെയ്തു. കാരണം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ടൊന്നും അംഗീകരിക്കാൻ മമതാ ബാനർജി എന്തായാലും തയ്യാറല്ല. ഒന്നുകിൽ ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ ആളിപ്പടരുക എന്നുള്ളതാണ്. അപ്പം മമത നോക്കിയപ്പോൾ അൻവർ കൊള്ളാം, കത്തിക്കയറുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അഡ്മിഷൻ കൊടുത്തതും. അങ്ങനെ അൻവർ തൃണമൂൽ കോൺഗ്രസുമായിട്ട് കേരളത്തിൽ വന്നു. ആ തൃണമൂൽ കോൺഗ്രസ് ഇനിയിപ്പോൾ ഈ നിലമ്പൂരിലെ ശക്തി തെളിയിച്ച സ്ഥിതിക്ക് UDF-ന് അങ്ങനെ അങ്ങ് തഴയാൻ പറ്റത്തില്ല. അതിനകത്ത് ഘടകകക്ഷിയല്ല, അസോസിയേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. RMP ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? KK രമ. അതേപോലെ സജി മഞ്ഞക്കടമ്പനും ഉണ്ട് തൃണമൂൽ കോൺഗ്രസുമായിട്ട് അൻവറിന്റെ കൂടെ. മുമ്പ് UDF-ൽ നിന്ന് ഇറങ്ങിപ്പോന്ന ആളാണ്. പക്ഷെ ആ സജിയെ കോൺഗ്രസ്സുകാരെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നും അറിയത്തില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനിയും പ്രഖ്യാപനത്തിന് നാളുകൾ മാത്രമേ ഉള്ളൂ. ആ അവസരത്തിലാണ് അൻവർ ഇങ്ങനെ സഭാപ്രവേശത്തിനായിട്ട് കാത്തിരിക്കുന്നത്. UDF-ലേക്ക് പ്രവേശിക്കുക, തൻ്റെ വീറൊക്കെ തന്നെ പ്രകടിപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും അൻവറിനെ അതിനകത്ത് കടത്തിവിടും. മുസ്ലിം ലീഗും അതിനകത്ത് മുൻകൈ എടുക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അൻവറിന് നിലമ്പൂർ കൊടുക്കത്തില്ല. കാരണം അവിടെ എന്തായാലും ഷൗക്കത്ത് തന്നെ ആയിരിക്കും മത്സരിക്കുക. അന്ന് നിലമ്പൂർ പറഞ്ഞുകൊണ്ടിരുന്നത് VS ജോയിക്ക് എന്നാണ്. VS ജോയിയെ മറ്റെവിടെയെങ്കിലും ഒരുപക്ഷെ തിരുവമ്പാടിയിൽ കൊണ്ടുപോയി നിർത്തുമെന്നാണ് അറിയുന്നത്. തിരുവമ്പാടിയിലെ ലീഗിന്റെ മണ്ഡലമാണ്. ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തിരുവമ്പാടി കൊടുക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. അതിനി അതിന്റെ ഒരു അന്തിമ ചർച്ചയിലേക്ക് പോകുന്നതേ ഉള്ളൂ. അത് ജോസ് കെ മാണി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അനുസരിച്ച് കാര്യങ്ങൾ പിന്നെയും മാറി മറിയുകയും ചെയ്യും. അപ്പോൾ എന്തായാലും അൻവറിന് മറ്റൊരു മണ്ഡലം വേണം. അത് മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഇടം തന്നെ കൊടുക്കും. 2 സീറ്റാണ് നിയമസഭയിലേക്ക് ചോദിക്കുന്നത്. ഒന്ന് സജി മഞ്ഞക്കടമ്പന് വേണ്ടി, അത് കോട്ടയം ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കാൻ, കോട്ടയം ജില്ലയിലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃണമൂൽ കോൺഗ്രസ്. അങ്ങനെ 2 സീറ്റും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യവും വേണമെന്നാണ് അൻവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ വേണ്ടിയിട്ട് PV അൻവർ LDF-ൽ നിന്ന് CPM-ന്റെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച അൻവറിന് കുറച്ചോട്ട് മറിക്കാനായിട്ട് കഴിയുമെന്നും UDF കരുതുന്നുണ്ട്. 2016-ലും 2021-ലും നിലമ്പൂരിൽ നിന്ന് ജയിച്ചു പോയതാണ് അൻവർ. 2021-ൽ വരുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞേ.
2016 ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു പോയത്. അപ്പോൾ 2021 ഭൂരിപക്ഷം കുറയുകയും അൻവർ CPM-ൽ നിന്ന് MLA സ്ഥാനമൊക്കെ രാജിവെച്ച് ഇറങ്ങുകയും ചെയ്തപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് കോൺഗ്രസ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളത്. അങ്ങനെയാണ് ഷൗക്കത്ത് കയറി വന്നത്. അപ്പോൾ എന്തായാലും PV അൻവറിന് വളരെ ഉറച്ച ഒരു ഇടം തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. UDF ജയിച്ചു വന്നു കഴിഞ്ഞാൽ അൻവർ മന്ത്രിസ്ഥാനവും ചോദിക്കും, അതിനൊന്നും മാറ്റമില്ല. PV അൻവർ അല്ലേ. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാർഗെയിനിങ്ങിലല്ല, അവകാശപ്പെട്ടത് എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കും എന്നുള്ളതാണ്. ഇത്തവണ എനിക്ക് തോന്നുന്നു UDF ജയിച്ചു വന്നാലും ഇത്തരത്തിലുള്ള ഘടകകക്ഷികളെ ഒക്കെ തൃപ്തിപ്പെടുത്തി എടുക്കാനും കുറച്ച് പ്രയാസപ്പെടും. ഇപ്പൊ ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റ് പോലും വെട്ടിക്കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഇനി ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുന്നു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കണം നല്ല രീതിയിൽ. കാരണം LDFന്റെ നില പരിങ്ങലിലാകുന്നു, വെള്ളത്തിലാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ജോസ് കെ മാണിയും കൂട്ടരും ഇപ്പുറത്തേക്ക് വരും. അത് മാറ്റമില്ലാത്ത കാര്യമാണ്. അവർക്ക് ബോധ്യപ്പെടണം UDF ജയിച്ചു കയറാൻ പോവുകയാണ്. ഒരു ഏകദേശ ചിത്രം കിട്ടാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായിരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ മുന്നേറ്റം കുറിച്ചാൽ അതിന്റെ സൂചന കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി ഇവർക്ക് ഘടകകക്ഷികൾക്കൊക്കെ തന്നെ UDFലെ അവർക്ക് എല്ലാവർക്കും അണികൾക്കും ഒരു വലിയ ആവേശമാകും. 2026 കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ആവേശവും ഒക്കെയാണ് ഇപ്പോൾ തന്നെ നിലവിലുള്ളത്. ഇടയ്ക്ക് നമുക്കറിയാം മാങ്കൂട്ടത്തിൽ പ്രശ്നമൊക്കെ വന്നപ്പോൾ എന്തോ ഒരു കാര്യമായ ക്ഷീണം സംഭവിച്ചു എന്നൊക്കെ പലരും ധരിച്ചു വെച്ചു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഒരു പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കാൻ കോൺഗ്രസിന് കഴിയാത്തതുപോലെയും ആയിട്ടുണ്ട്. BJP കേരളത്തിൽ ശക്തമായ ഇടം പിടിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന കാര്യങ്ങൾ. BJPയുടെ മുന്നേറ്റം അത് UDFന്, കോൺഗ്രസിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ട് വോട്ട് മാറും, അത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ മാറുമ്പോൾ അത് UDFന് ക്ഷീണമുണ്ടാക്കും, കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കും എന്നുള്ളതും ഏതാണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഈ പല ഘടകകക്ഷികളും ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ട് പലരും ബാർഗെയിനിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം കോൺഗ്രസിന്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. കോൺഗ്രസിന് സീറ്റ് കുറയാനുള്ള സാധ്യത പോലും ഉണ്ടെന്നുള്ളതാണ്. മുസ്ലിം ലീഗാണെ ഒരിക്കലും അവർ വിട്ടുവീഴ്ച ചെയ്യത്തില്ല. അവർക്കുള്ള സീറ്റ് അവർക്ക് കിട്ടിയേ പറ്റൂ. അവർ കൂടുതൽ ചോദിക്കുകയും ചെയ്യും. എത്ര കൊടുത്താലും അവരതിൻ്റെ ഒരു നല്ല പങ്കും നിയമസഭയിൽ എത്തിച്ചു കൊടുക്കും. ഇക്കുറി നോക്കിക്കോ, UDF വിജയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഇടമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയും എറണാകുളം ജില്ലയുമായിരിക്കും. എറണാകുളം ജില്ല എപ്പോഴും നമുക്കറിയാം ഒരു UDFന്റെ പച്ചത്തുരുത്താണ്. മലപ്പുറം ജില്ല എപ്പോഴും UDFനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ള ഇടവുമാണ്. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അൻവറിനെ UDF ചേർത്ത് നിർത്തും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്.